ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ പുളിയാണ്. ചൂര മീൻ കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു മീൻ പുളി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ മീൻ പുളി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി വെച്ചെടുത്ത് ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായപ്പോൾ ഉലുവ ഇട്ടെടുത്ത് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം, അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ്. കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളിയുടെ വെള്ളമാണ്, വെള്ളത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂര മീനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. മീനും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വറ്റിയൊന്ന് കുറുകി ഒന്ന് വരണം തിളച്ച്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ പുളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.